ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു കേക്ക് റെസിപ്പിയാണ്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തീ കത്തിക്കേണ്ട കാര്യം പോലും ഇല്ല. തീ കത്തിക്കാതെ നമ്മുടെ വീട്ടിലൊരു 3 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതെന്ന് പെട്ടെന്നൊന്ന് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്രെഡാണ്. എങ്കിലാണ് നമുക്ക് ബ്രെഡ് പൊടിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒത്തിരി പഴയതായിട്ടുള്ള ബ്രെഡ് ആണെങ്കിലും എടുക്കരുത്, അതും പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എത്രയും ഫ്രഷ് ആയി എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പം ഞാനെന്ന് അവിടെ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് ശരിക്കും ഒരു പ്രോപ്പർ കേക്കിൻ്റെ ഒരു ഷേപ്പിലാണ്, വട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ഒരു സ്ക്വയർ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേക്കിൻ്റെ സൈഡുകളിലുള്ള ഒരു ക്രസ്റ്റ് ഉണ്ടല്ലോ, ബ്രൗൺ കളർ, അതൊന്ന് കളഞ്ഞിട്ട് നമുക്ക് സ്ക്വയർ പോലെ തന്നെ ഉപയോഗിക്കാം. ഞാൻ ഇന്നിവിടെ പറഞ്ഞ പോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കട്ടർ എടുത്തിട്ടുണ്ട്. ആ കട്ടർ വെച്ച് ബ്രെഡിൻ്റെ നടുവേ ഒന്ന് വെച്ച് ഈ ഒരു ഷേപ്പാക്കി എടുത്തു. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ക്രസ്റ്റ് കളയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അത് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ 6 ബ്രെഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 5 ബ്രെഡ് എന്നാണ്, പക്ഷെ 5 അല്ല 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ അടുക്കി വെച്ച് ഈ ഒരു ഷേപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രീമൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഒരു കുട്ടി കേക്കിൻ്റെ തന്നെ ഒരു രീതിയിൽ തന്നെയാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ്സ് ഒക്കെ ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുഞ്ഞ് ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു 85 ml, അതായത് 1/3 കപ്പ് വെള്ളം, സാധാരണ വെള്ളമാണിത്, ചൂടുവെള്ളമൊന്നുമല്ല, ഈ വെള്ളം എടുക്കുക. ഈ വെള്ളത്തിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞ് ഇതൊരു സാധാരണ ഷുഗർ സിറപ്പായിട്ട് ഇങ്ങനെ തന്നെ എടുക്കാം. പക്ഷെ ഞാനിന്ന് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എങ്കിലാണ് ശരിക്കും ഒരു സാധാരണ പച്ചവെള്ളം പോലെ ഇരിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ആ വാനില എസൻസും കൂടെ ചേർക്കുന്നത്. അതും കൂടെ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഷുഗർ സിറപ്പിന്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സാധാരണ ഷുഗർ സിറപ്പ് എടുക്കാതെ അതിനകത്തോട്ട് ഇച്ചിരി എസൻസും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ പഞ്ചസാര കലിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ മിൽക്കി ബാർ ആണ്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ മിൽക്കി ബാർ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് മിൽക്കി ബാറാണ്. അപ്പോൾ മിൽക്കി ബാറിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി കൂടുതൽ എടുത്തു എന്ന് മാത്രം. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ 2 എണ്ണം എടുത്തു എന്ന് മാത്രം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഷേവിങ്സ് എന്നാണ് പറയുക, ചോക്ലേറ്റ് ഷേവിങ്സ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഇന്നിവിടെ ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്നും മുറിച്ചെടുക്കാൻ പറ്റുവാണെന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടും ചെയ്യും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഈസി ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതാണ്. അപ്പോൾ ഗ്രേറ്ററിൽ തന്നെ ഗ്രേറ്ററിൻ്റെ വലിയ ബ്ലേഡിലാണ് ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മിൽക്കി ബാർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കണം. ഞാനിന്നിവിടെ 300 ml ഡബിൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം, വിപ്പ് ക്രീം ഒക്കെ എന്നൊക്കെ പറയും. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ഞാനിന്നിവിടെ ബീറ്റർ വെച്ചിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് നിഷ ദേവസി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി നിഷ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഒരു ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്ക്, ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കണം എന്ന്. അപ്പം ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോ നിഷയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ കാണുമല്ലോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈസിയാണെന്നുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്കിന്ന് ഞാൻ പറഞ്ഞ പോലെ വിസ്ക് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് വിസ്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ ബീറ്ററിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും നമ്മൾ ഈ ഒരു വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ. നമ്മൾ പാത്രം ഒന്ന് പതുക്കെ ചെരിച്ചു കൊടുത്താലും നല്ലതാണ്. എന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 8 മിനിറ്റ് സമയമൊക്കെ എടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ചെടുക്കണം.
അപ്പോഴാണ് ഇത് പതഞ്ഞ് വരിക, കണ്ടോ? അപ്പം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏകദേശം 8-9 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ കൈക്ക് ചിലപ്പോൾ നമുക്ക് വേദന എടുക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് വീണ്ടും അടിക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. അപ്പോൾ ഇച്ചിരി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. ഇനി നമുക്ക് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്ക് ഞാനിതിൻ്റെ ശരിക്കുള്ളൊരു ക്രീം കൺസിസ്റ്റൻസിയിലോട്ട് കാണിക്കാം. അപ്പോൾ അതാ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്, ഇച്ചിരി കൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ആ ഒരു മൂടികയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം 9 മിനിറ്റ് സമയം എടുത്തു. ഞാനിവിടെ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യം. അപ്പോൾ 9 മിനിറ്റ് സമയത്തിലാണ് നമുക്ക് ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ പറ്റിയത്, ഈ ഒരു രീതിക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. പിന്നെ ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ക്രീമാണോ, ഡബിൾ ക്രീമാണോ ഫ്രഷ് ക്രീമാണോ എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ഫ്രീസറിനകത്ത് ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാൻ വിടുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ നല്ല സൂപ്പർ ക്രീം ഇവിടെ റെഡിയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ദാ ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ബ്രെഡ് കേക്ക്, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിൽ നിന്ന് 1 ടീസ്പൂൺ ക്രീം ഒന്ന് പാത്രത്തിൻ്റെ നടുക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് ഞാൻ ആദ്യത്തെ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ അത് നല്ല ടൈറ്റിൽ അവിടെ ഇരുന്നോളും. കാരണം നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ബ്രെഡ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ തെന്നി പോകാൻ സാധ്യതയുണ്ട് താഴേന്ന്. അപ്പോൾ എല്ലാം അങ്ങ് പൊളിഞ്ഞു പോയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ക്രീം തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒരു ചെറിയൊരു ബ്രഷിലോ അല്ലെങ്കിൽ ഒരു സ്പൂണിലോ, ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പിൽ ചെറിയൊരു ഒന്നല്ല ഒരു 3-4-5 നമ്മൾ ഒരു ഓട്ടകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് നമ്മളതൊന്ന് സാധാരണ കുപ്പിയിൽ ഒഴിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഷുഗർ സിറപ്പ് എടുക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലെയാണ് ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്കി ബാർ. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ മിൽക്കി ബാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ ഞാൻ അല്പം ക്രീം വെച്ചിട്ടുണ്ട്. ഇനി ക്രീമും ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ക്രീം ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ബ്രെഡിൻ്റെ ഉയരം വേണമെന്നനുസരിച്ച് അത്രത്തോളം ബ്രെഡ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 6 എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഷുഗർ സിറപ്പ് എടുക്കുക, ക്രീം തേക്കാം, നമുക്ക് മിൽക്കി ബാർ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്ത് ഇതൊരു കേക്കിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു പീസ് എത്തുന്നത് വരെ ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഏറ്റവും മുകളിൽ ലാസ്റ്റത്തെ ബ്രെഡ് പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലും കൂടെ അല്പം കൂടെ ഷുഗർ സിറപ്പ് ലാസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ക്രീം തേച്ച് നമുക്കിതൊന്ന്, ഇനി ക്രീം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊത്തത്തിലാണ്, സൈഡുകളിലും മേലെയും എല്ലായിടത്തും ക്രീം ഒന്ന് തേക്കണം. അപ്പം നിങ്ങൾ ആരും ഈ ഒരു ഞാനിപ്പോൾ എന്തുകൊണ്ട് സ്പൂണിലേക്ക് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേക്ക് ടൂൾസ് എല്ലാം വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സ്പൂണ്, അതുപോലെ സ്പാച്ചുല, അല്ലെങ്കിൽ നല്ല പരന്ന വീതിയുള്ള കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ കേക്കിൻ്റെ സൈഡുകളിൽ കൂടിയും നമ്മൾ ക്രീമൊക്കെ ഒന്ന് നന്നായി തേച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടൂൾസിൻ്റെയും സഹായം ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മേലെ അല്ലെങ്കിൽ സൈഡുകളിലൊക്കെ ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഷേവിങ്സ് അതിങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. ആ ക്രീം ഉള്ളത് കൊണ്ട് തന്നെ അത് നന്നായി പെട്ടെന്ന് തന്നെ ഒട്ടിയിരിക്കും. അപ്പം ഞാനെന്ന് ഇതേപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് എറിഞ്ഞെറിഞ്ഞ് കൊടുക്കാം. അപ്പോൾ അത് എന്നിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി തട്ടി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിയത്, ഞാൻ തുടക്കത്തിൽ വലിയ ബ്ലേഡിൽ ഗ്രേറ്റ് ചെയ്തെങ്കിലും കുറച്ചങ്ങ് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയ ബ്ലേഡിൽ ഗ്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ചെറുതായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ ബ്ലേഡിൽ ഗ്രേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്കിതെല്ലായിടത്തും സൈഡുകളിലും ഇതിൻ്റെ മേൽഭാഗത്തും ഒക്കെ ഈ ചോക്ലേറ്റിൻ്റെ മിൽക്കി ബാറിൻ്റെ ഷേവിങ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലായിടത്തും ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഷേവിങ്സ് എല്ലാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി ക്രീം ബാക്കി ഉണ്ടായിരുന്നു. ആ ക്രീം ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട്. പക്ഷേ ക്രീമൊക്കെ നമ്മുടെ ഈ ഒരു ഈ ബ്രെഡ് വെച്ചിട്ടുള്ള സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രീമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ആ സെറ്റായിട്ട് വരാത്തത്. അപ്പോൾ നിങ്ങളിങ്ങനെ ക്രീമൊക്കെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ക്രീം മാറ്റി വയ്ക്കുക. എന്നിട്ട് അവസാനത്തേക്ക് നമുക്ക് ഈ ഒരു ഡെക്കറേഷന് ഗാർണിഷിന് വേണ്ടുന്നുള്ള ക്രീം നമുക്ക് ലാസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ പറ്റും, നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പും ഇതെല്ലാം ഒട്ടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അത് മെൽറ്റായി പോകും. അപ്പോൾ ഇനി ഞാൻ പറ്റുന്ന പോലെ ഇതൊന്ന് എന്താ പറയുക ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെറി വെച്ച് കൊടുക്കണം. നമുക്കറിയാം വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിലത്തെ ചെറികളാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനും ചെറികൾ ഇന്നൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാനൊരു കൊച്ചു മിൽക്കി ബാറിൻ്റെ ഒരു ചെറിയൊരു കട്ട മൂന്നെണ്ണത്തിൻ്റെ ഒരു കട്ട ഒന്ന് നടുവേ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ എക്സ്ട്രാ വന്നതുകൊണ്ട് അങ്ങനെ കുത്തിവെച്ചൊന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ പ്ലേറ്റിൻ്റെ സൈഡുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കേക്കിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുക്കണം. അങ്ങനെ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്തുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഷേവിങ്സ് അതിങ്ങനെ സൈഡിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മാറ്റിയെടുക്കാൻ പോയില്ല. പക്ഷെ എനിക്ക് ആ താഴെയും കൂടെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ക്രീമും എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അങ്ങ് നിർത്തുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഹെഡിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ തീ പോലും കത്തിക്കാണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, എന്നാൽ വലിയ ബേക്കിംഗ് ടൂൾസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നിങ്ങളിത് കഴിക്കുന്നതിന് മുൻപ് ഒരു 10-15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം, എന്നിട്ട് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതൊരു വളരെ സോഫ്റ്റായിട്ട് പോകുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിനകത്തൊന്നും വെച്ചില്ലായിരുന്നു സത്യം പറഞ്ഞെന്നാൽ. കാരണം ഇതൊരു ഇവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കേക്ക്. അപ്പോൾ അത് പെട്ടെന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലായിരുന്നു. എന്നിട്ട് പോലും ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിനകത്തും കൂടെ വെക്കുവാണെങ്കിൽ ആ ഷുഗർ സിറപ്പൊക്കെ നന്നായി ബ്രെഡിൽ സോക്ക് ചെയ്ത് നല്ലൊരു ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. നല്ല സൂപ്പർ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.